ശബരിമല ദ്വാരപാലക ശില്പ പാളിക കേസിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. ശബരിമല സ്വർണ്ണമോഷണം രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമെന്ന് സംശയിക്കുന്ന ഹൈക്കോടതി ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പെടുത്തു. ഇതിന്റെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചുവെന്നും കോടതി. ഇപ്പോൾ വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, നേരത്തെ ഉള്ള നിരീക്ഷണത്തിന് പുറമെ ഇത്തരത്തിൽ പുതിയ കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിപ്പിക്കുന്ന സംശയങ്ങൾ കോടതി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷിക്കുന്നത്, അല്ലേ? എന്തൊക്കെയാണ് കോടതിയിൽ നിന്ന് ഇന്ന് നൽകാനുള്ള വിവരങ്ങൾ? അതെ അജിംഷാദ്, ഇന്ന് രാവിലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ADGP H. വെങ്കടേഷും SP S. ശശിധരനും രണ്ടുപേരും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നേരിട്ട് കോടതിയിൽ ഹാജരായി അന്വേഷണ പുരോഗതി കോടതിക്ക് കൈമാറിയത്. ആ റിപ്പോർട്ട് കൈമാറിയത് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടപടികൾ. അതിനുശേഷം ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുറന്ന കോടതിയിലാണ് ഡിവിഷൻ ബെഞ്ച് ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായത്. ആ ഉത്തരവിലാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ഒപ്പം നിരീക്ഷണങ്ങളും ഒക്കെ ഉള്ളത്. ഈ ആദ്യം തന്നെ കോടതി വ്യക്തമാക്കിയത് SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഈ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സ് പരിശോധിച്ചു, അത് ക്രമരഹിതമാണ് എന്ന് കണ്ടെത്തുകയുണ്ടായി. പല കാര്യങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അതിൽ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സംശയകരമായ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയുണ്ടായി. വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചത് എന്തിനാണ് എന്നും കോടതി ചോദിക്കുകയുണ്ടായി. ഇതുകൂടാതെ ചില പ്രധാനപ്പെട്ട ചില കടുത്ത സംശയങ്ങൾ കൂടി ഈ ഉത്തരവിൽ കോടതി പ്രകടിപ്പിക്കുകയാണ്. അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങൾക്ക് കുപ്രസിദ്ധനായ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിൻ്റെ പദ്ധതികളുമായി സാമ്യമുണ്ട് എന്നതാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഈ സ്വർണം പൊതിഞ്ഞ പാളിയുടെ ആ പകർപ്പെടുത്ത് രാജ്യാന്തര മാർക്കറ്റിലെത്തിച്ച് വൻ വിലയ്ക്ക് വിൽക്കാൻ പോറ്റി പദ്ധതിയിട്ടിരുന്നു എന്ന് സംശയിക്കുന്നു എന്നാണ് ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ശബരിമലയിലെ സ്വത്ത് സംരക്ഷിക്കാൻ ഹൈക്കോടതി പ്രതിജ്ഞാബദ്ധമാണ്. ക്ഷേത്ര സ്വത്ത് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിനാണ് അത് പാലിക്കേണ്ട ചുമതല. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് SIT പരിശോധിക്കണം. ഒപ്പം അഴിമതി നിരോധന നിയമം പ്രകാരമുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമോ എന്നും SIT പരിശോധിക്കണം എന്നും ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഈ ഉത്തരവിൽ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം ദേവസ്വം ബെഞ്ചിൻ്റെ നിർദ്ദേശാനുസരണം സ്വീകരിച്ച പുതിയ ഹർജിയാണ് ഇനി മുതൽ കോടതി പരിഗണിക്കുക. അത് 3 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാൻ കോടതി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അജിംഷ. ശരി, ഉമേഷാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.